It's so beautiful to see all of you here today. Thank you so much for coming. It's just lifting up our energy and motivating us so much. So thank you so much for supporting us. Actually, last time I came in Kerala, I was in college, not knowing that I was going to be an actor someday, and not knowing that Kerala had one gem. And today I've come here with that gem, and that is Dulquer Salman. Genuinely speaking, he's one gem of an actor, one gem of a person. Working with him has truly been really grateful and amazing. So thank you, DQ, for supporting talent more than anything in the world. So thank you for giving space to all the newcomers out there, believing in their talent and taking the risk, because it was worth it, I think, no? So thank you so much. Thank you for having us. Thank you for coming. Please see you on the 14th, and I'm sure you're going to fall in love with the film. Thank you. Is there something about your character in the movie that you can give as a clue to? You're an actress in the movie? Cinema, are you Nadia? 14th of Only, no clue, nothing. Kuch bhi nahi. 14th. You look stunning, so I'm sure we've seen the trailer and the teaser. You look amazing, and we can't wait to see your performance Thanks as well. So much. Thank you. Okay, Bhagya, I request you to stay on stage, but we'll just move to the side because there's one more person we'll have to welcome. Bhagya Shri with Namade Swanda Dulquer Salman. നമസ്കാരം കൊച്ചി. എന്റെ സൗണ്ട് ഇത്തിരി പോയിരിക്കണോണ്ട് ക്ഷമിക്കണം. എന്ത് പറ്റി? ഞാൻ IM ഗെയിം ഷൂട്ട് ചെയ്തതാണ്. IM ഗെയിമിൽ ഒരുപാട് ആക്ഷനുകളും അലർച്ചകളും ഒച്ചയുണ്ടാക്കി എന്റെ സൗണ്ട് പോയി. 2 വർഷമായി അടുപ്പിച്ച് ഞാൻ അന്യഭാഷ സിനിമകളായിട്ടാണ് നാട്ടിൽ വരുന്നതെന്ന് അറിയാം. എന്നാൽ ഇതിനെല്ലാത്തിനും മേക്കപ്പ് ചെയ്തുകൊണ്ട് ഐ തിങ്ക് IM ഗെയിം നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും മീറ്റ് ചെയ്യുന്ന സിനിമയായിരിക്കും, അല്ലെങ്കിൽ എക്സീഡ് ചെയ്യുന്ന സിനിമയായിരിക്കും. അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ ഇടുന്നുണ്ട്. കൊച്ചി തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ ഷൂട്ട്. ഞാനിപ്പോൾ കാന്തനെ കുറിച്ച് സംസാരിക്കും. ഇത് എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ഏറ്റവും അംബിഷ്യസ് ആയിട്ടുള്ള സിനിമയാണ് കാന്ത. ഞാൻ 2019 ഇത് സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇപ്പോൾ 6 കൊല്ലമായിട്ട് ഞങ്ങൾ ഈ സിനിമയായിട്ട് യാത്ര ചെയ്യുന്നു. ഇതിൻ്റെ ഈ ഡയറക്ടറിനെ ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഉച്ച സമയത്ത് നറേഷൻ പ്ലാൻ ചെയ്തു. ഇയാളായിട്ട് ഞാൻ മീറ്റ് ചെയ്തു. എനിക്ക് അന്ന് രാത്രി ഡിന്നറിന് പോകണ്ടായിരുന്നു. 5 മണിയായി, 6 മണിയായി, 7 മണിയായി, 7:30 മണിയായി. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലം എനിക്കൊരു ഡിന്നറിന് പോകാനുണ്ട്, ഒരു 10 മിനിറ്റിനുള്ളിൽ. അപ്പോൾ സാർ ഒരു 10 മിനിറ്റ് കൂടി, ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഫസ്റ്റ് ഹാഫ് തീർക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അത്രയും നീണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ള നെറേറ്റ് ചെയ്ത ഒരു ആളൊരു വ്യക്തിയാണ്. അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫ് നെറേറ്റ് ചെയ്യുമ്പോൾ ഒരു 4-5 മണിക്കൂർ എടുത്തു, ഒരു 10 മണിക്കൂർ കേട്ടിട്ടാണ് ഞാൻ ഇതിന്റെ നറേഷൻ കേൾക്കുന്നത്. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻട്രിക്കറ്റ് ആയിട്ടുള്ള ഡ്രാമയുള്ള, ത്രിൽസ് ഉള്ള, റൊമാൻസ് ഉള്ള, കഥയുള്ള ഒരു സിനിമയാണ് കാന്ത. ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ചെന്നൈയിലായതുകൊണ്ട് ഇങ്ങനെ തമിഴ്നാട്ടിൽ ഷൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർ, മലയാളികൾ എല്ലായിടത്തും
എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയിലാണ് കാണുന്ന പ്രേക്ഷകരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകൾ എപ്പോഴും വലിയ രീതിയിൽ ഞങ്ങൾ നമ്മൾ വരവേൽക്കാറുണ്ട്. കേരളത്തിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ ഇന്നേവരെ എനിക്ക് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ട്രാവൽ ചെയ്ത ഒരു സിനിമയാണ്. എൻ്റെ ബ്രദറായ റാണയെ ഞാനും ഒന്നിക്കുന്ന സിനിമയാണ്. ഞങ്ങൾക്കൊരു 8-9 ക്ലാസ് മുതലുള്ള പരിചയമുണ്ട്. ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്നോ ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊന്നും സ്വപ്നം കണ്ട ആൾക്കാരല്ല. അതുകൊണ്ട് ഇതൊരു കാണാത്തൊരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു മോമെൻ്റാണ്. അത് ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ലൈഫിൽ റാണയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും കനിസാറിനാണെങ്കിലും ഭാഗ്യശ്രീക്കാണെങ്കിലും ഇങ്ങനെ ഒരു സിനിമ ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മൂവിയാണ്. സമുദ്രക്കനി സാർ എനിക്ക് ഒരു ഗുരുനാഥനെ പോലെ ഒരു മെന്ററിനെ പോലെ ഒരു അച്ഛനെ പോലെ ഈ പടത്തിൽ എനിക്ക് അത്രയും സ്നേഹം തരികയും എനിക്ക് അത്രയും റെസ്പെക്ട് തരികയും അത്രയും സ്പേസ് തരികയും എന്നെ അത്രയും പ്രോത്സാഹിപ്പിച്ച വേറൊരു സഹനടനില്ല. അപ്പൊ അദ്ദേഹത്തിനോടുള്ള എല്ലാ സീൻസും നിങ്ങൾ എൻജോയ് ചെയ്യും. ഇപ്പോഴും അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമുള്ള സിനിമയും ഇഷ്ടമുള്ള ഒരു ഇതിനുശേഷം ഇവിടെ എനിക്ക് വേറെ സിനിമകളൊന്നും കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, വേറെ കഥാപാത്രങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് കാലത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് കനി സാർ. അപ്പൊ എല്ലാവരും ഇത് അത്രയ്ക്ക് എനിക്കിത് പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം അത്രയും ഇറ്റ്സ് ഡിയർ ടു മീ. നിങ്ങൾ ഈ കാണുന്ന ട്രെയിലർ ഒരു 3.5 മിനിറ്റാണ്. ഈ 2.5 മണിക്കൂർ സിനിമയിൽ നിങ്ങൾ വിചാരിക്കാത്ത പോലത്തെ ഡ്രാമയും സീൻസും സീക്വൻസും ഒക്കെ ഉണ്ടാവും. നല്ല മ്യൂസിക്കാണ്. ഇതൊരു സെൽവമണി സെൽവാഷ് നമ്മുടെ ഡയറക്ടേഴ്സ് ഒരു വലിയ ടാലന്റ്. എനിക്ക് തോന്നുന്നു ഈ ഭാവി സിനിമയിൽ തമിഴിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു പേരെടുത്ത ഫിലിം മേക്കറായിട്ട് മാറും. അദ്ദേഹം ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ബിസിയാണ്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അദ്ദേഹത്തിന് മുമ്പത്തെ പ്രോജക്ട് ഹണ്ട് ഫോർ വീരപ്പൻ നെറ്റ്ഫ്ലിക്സിൽ എപ്പോഴും കണ്ടു നോക്കുക. അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഡോക്യുമെന്ററി സീരീസാണ് ഇത്. അദ്ദേഹത്തിന് ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമാണ്. ഞങ്ങളിത് ഈ 6 കൊല്ലമായിട്ട് ഇതിന്റെ സ്ക്രിപ്റ്റിങ്ങിനും പിന്നീട് ഒരു 5-6 മാസത്തിന്റെ ഷൂട്ടിലും പിന്നീട് 10 മാസത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനും ഇത്രയും സമയമെടുത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമ വേറെ ഉണ്ടാവില്ല. ഇനി എനിക്കത് അഫോർഡും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു എനിക്കൊരു 6 കൊല്ലം എടുത്താൽ ഞാൻ ഒരു 50 വയസ്സെടുത്താവും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും സമയം കാണാൻ. പക്ഷേ every moment, every second we spent on this film has been absolutely worth it. ഭാഗ്യശ്രീ ബോർസെ ഇന്ന് തെലുങ്കിലും തമിഴിലൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷെ ഭാഗ്യശ്രീയുടെ ആക്ച്വലി ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു 5-6 മാസം ഓഡിഷൻ ചെയ്തിട്ട് ഞങ്ങൾ ഈ കുമാരി എന്ന കഥാപാത്രത്തെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു ടീമാണിത്. അങ്ങനെ ഭാഗ്യശ്രീയാണ് കുമാരിയായിട്ട് വന്നത്. ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഇതായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഡിലേസ് കാരണം ഭാഗ്യശ്രീ പിന്നീട് വേറെ 2 സിനിമയൊക്കെ അഭിനയിച്ചത്. ഇപ്പൊ നിലവിൽ വലിയ സ്റ്റാറാണ്, നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി. പക്ഷെ എന്നാൽ ഞങ്ങൾ എല്ലാ വേദിയിലും പറയും ആദ്യം കണ്ടുപിടിച്ചത് ഞങ്ങളാണ്. ഞങ്ങൾ ഈ ക്രെഡിറ്റ് ആർക്കും കൊടുക്കില്ല. ഭാഗ്യശ്രീയുടെയും എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രവും ഒരു പെർഫോമൻസും ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇനി ഭാവിയിൽ മലയാളത്തിൽ ചിലപ്പോൾ അഭിനയിച്ചേക്കാം. അപ്പൊ നിങ്ങൾ എന്തായാലും അതുപോലെ സ്വീകരണം കൊടുക്കണം കാന്തയിലൂടെ. ഞാൻ ആരെങ്കിലും മിസ് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം പ്രശാന്ത്, ജോൺ വർഗീസ് ഇവർ ബാക്കിൽ നിന്ന് ഈ പറയുന്ന വലിയ വലിയ ഡിസിഷൻസ് ഒക്കെ എടുക്കും. പിന്നെ എനിക്കും റാണയ്ക്ക് ഇതുപോലെ ആർട്ടിസ്റ്റിക്കലി ചിന്തിക്കാനും സമയമെടുത്ത് എഴുതാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ അതിന്റെ ഒരു ഫൈനാൻഷ്യൽ സൈഡ് കൺട്രോൾ നോക്കുന്നതും ഞങ്ങൾക്ക് കുറച്ച് സ്പേസ് തരുന്നതൊക്കെ ഇവരാണ്. അതുകൊണ്ട് ഈ പടം ഹിറ്റാക്കി എടുക്കേണ്ടപ്പോൾ ഇപ്പൊ ഞങ്ങളുടെ ആവശ്യമാണ്. കാരണം അവരത്രയും പ്രശ്നത്തിലാണ്. അവിടെ എല്ലാവരും പ്ലീസ് എല്ലാവരും പോയി സിനിമ കാണുന്നു. ഇത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതേപോലെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. സോ പ്ലീസ് എല്ലാവരും ഗിവ് ഇറ്റ് എ ചാൻസ്. പണ്ട് ഒരാൾ പറഞ്ഞ പോലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നോക്കും, എന്തായാലും ഇഷ്ടപ്പെടും. We have to ask you this. Bhagyashree, you've watched Dulquer's films. Tell me some of your favorite Dulquer films. There are so many, but Telugu, he's got a pattern. I want you to identify the pattern. Sometimes. Yeah. I mean, the only pattern is he chooses the best scripts, Uh-huh. I would say. Yeah? Okay. I think he has a thing for like
The retro period. Retro star. I mean, Mahanati. ഞാൻ സ്വയം എന്നത്തിന് വിളിക്കുന്നത് അതെന്താ? ആക്ച്വലി ഈ സിനിമ കാത്ത എൻ്റെ അടുത്ത് ആദ്യം വരുമ്പോൾ എനിക്ക് മഹാനടി കഴിഞ്ഞൊരു കൊല്ലം കൊണ്ടായിട്ടുള്ളൂ. അപ്പോഴാണ് എനിക്കൊരു പിച്ച് ടെക്ക് പോലെ കുറെ ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് ഒരു ബേസിക് ഇതിന്റെ കഥയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം എനിക്ക് അയച്ചത്. ഞാൻ പറഞ്ഞു ഇത് വീണ്ടും മഹാനടി, ഞാൻ എന്നെ കൊണ്ട് പോയി, ഞാനില്ലെങ്കിൽ എന്നെ എല്ലാവരും ഞാൻ പീരിയഡ് സ്റ്റാർ ആക്കും, റെട്രോ സ്റ്റാർ, എന്നെ കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ നോന്നൊക്കെ പറഞ്ഞു. പക്ഷെ വീണ്ടും പക്ഷെ എന്നാലും അവൻ പറഞ്ഞു ഇത് കേട്ടോ ശരിയാണ്. പക്ഷെ ഐ തിങ്ക് വി ആർ ബോത്ത് എന്താ പറയാ സക്സസ്ഫുൾ എ ഗ്രേറ്റ് സിനിമ. Ladies and gentlemen, let's give it up for Rana Dagapati. See, now it's a welcome. Firstly, welcome back to Cochin, and look at the love that you're getting here. How do you feel being back here as part of Kanta? Well, hello Kochi, how are you? Wow, there it is. Hello to the land that makes amazing films. Hello to the land of amazing audience that accepts cinema like this. And thank you to the land that gave us Dulquer Salman. So, he's just not your gem, he's our gem back in Hyderabad. We love him as much as you guys do. I'm just so happy, excited that I'm here. We were able to make this amazing film. Dulquer and I have been friends for a long, long time now. Even way before Spirit, I was friends with Dulquer. And then it took us so many years to get this, and I think there's no better thing that could have happened than Kanta for us. Sorry, I can't speak in Malayalam, but I will learn at some point. It's okay, thank you, I love you, whoever said that. Thank you. So, well... Do you want to try? Do you want to say something in Malayalam? We'll make you do it now. Okay, say. Tell me what you want to say. Say it in English, we'll translate it. What do you feel like telling them? అరే మన ఇద్దరు తెలుగులో మాట్లాడితే తెలుగు ఉన్నారు ఇక్కడ ఇక్కడేం చేస్తున్నారా? எனக்கு தமிழ் கூட தெரியும் சார், அதுவும் தெரியும். தமிழ் தெரியுமா உங்களுக்கு? ஓகே, எல்லாருக்கும் வணக்கம். எல்லாருக்கும் நமஸ்காரம். எல்லாருக்கும் நமஸ்காரம். கந்தனா மறந்தது. காந்தா மறக்காத காணனம். காந்தா மறக்காத காணனம். ஓகே, தேங்க் யூ. நவம்பர் 14th. ஓகே, நவம்பர் 14th தியேட்டர்ல வரும், கண்டிப்பா பாருங்க. தேங்க் யூ. Well done. So, well, amazing guys. You have something special from all of us that's coming to you November 14th. Dulquer and I found a gem in a director called Selva, who you will love much more after the film is out. So give us your love, give us your blessings, and we'll come back here for the success meet and do it exactly right here. You good? Thank you guys, thank you very much. We do want to ask you this, Rana. I think you started your acting career in 2010? 2010 Yes, with ma'am. Leader, yeah? And after that, now Kanta. For you, what makes Kanta very, very special? What is the USP? Well, I've never seen a film like Kanta before. I've never heard a film like Kanta before. But all of us know that a large part of entertainment industry, the film industry, was born in Madras in some ways. And this is a tribute back to the early filmmakers, the early studios, the early actors that made cinema possible for all of us and made India such a big, flourishing entertainment industry. So yeah, this is our tribute back to the masters. Back to the masses. And what a wonderful way to do that, with an amazing union between, two industries, three industries, Telugu, Tamil, Malayalam, all coming together, Maharashtra, all coming together. So it's such a celebration. There you go, that's the common point. The Telugu, Tamil, Malayalam happens right there. So that's what makes DQ, le. DQ is going to fly the flag of Kerala across everywhere for us. Completely, he's planted it in Hyderabad too. Yeah, and he's slowly in Hyderabad, now he'll go else Bombay. Fully so. But we want you to do that. That is why we are full gung-ho about it. But Rana, thank you. Malayalis, Adhyam, you only said that, Malayalis really, really like good cinema. And they are the best audiences that will, pass a verdict on any film. They make the best films out there. Everybody, Telugu industry, every industry makes amazing films. But Malayalam has something. We have something little special. Absolutely. So we can't wait to watch it, and we wish you all the best. Thank you very much guys.
Thank you all for the love. Thank you all for coming here. We'll see you in the cinemas November 14th. Thank you. Excellent. Thank you so much. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമായിട്ടുണ്ട്. ആഫ്റ്റർ ഒപ്പം முடியும் போது பிரியதர்ஷன் சார் சொன்னார், உன்னைய கேரளா ஆடியன்ஸ் மறக்கவே மாட்டாங்க, கொஞ்சம் லேட்டாக கூட வா, ஆனால் தப்பாக படம் பண்ணாத, சரியான படம் பண்ணு அப்படின்னு சொன்னார். ஒரு சரியான படத்தோட ஒரு பிரபஞ்ச பாசை இந்த படத்துக்கு மொழியே கிடையாது. இது காலத்தால் அழிக்க முடியாத ஒரு காவியம். இது எந்த லாங்குவேஜில் பார்த்தாலும் பிடிக்கும். அந்த மாதிரி ஒரு படத்தோட என் பிள்ளை மகாதேவன் என்ன திரும்ப கூப்பிட்டு வந்துருங்க. தேங்க்யூ, சந்தோஷம். முதல்ல எங்கள் டைரக்டர் செல்வமணி சாருக்கு நான் நன்றி சொல்லணும். ப்ரொடியூசர் சார், தேங்க்யூ கிருஷ்ணன், நீங்கள் தான் ஆரம்பித்து வச்சிங்க, ரொம்ப சந்தோஷம். ரொம்ப நிறைவாக இருக்குது. இன்றைக்கி தான் படமே நான் பார்த்தேன். ரொம்ப ரொம்ப கனமாக இருக்குது. உங்களை பார்த்தோன்னே கட்டி பிடிச்சிக்கணும் அப்படின்னு தோணுச்சு. இவ்வளோ நல்ல பெர்ஃபார்மன்ஸ், இவ்வளோ இன்டென்ஸான ஒரு பெர்ஃபார்மன்ஸ். இந்த ஷூட்டில் நடிக்கும்போது ஃபஸ்ட்டு டேக்கு நான் எப்போவுமே ஆக்ட் பண்ண மாட்டேன், அவர் ஆக்ட் பண்ணுறதை ரசிப்பேன். அப்போ செல்வமணி சொல்லுவார், நீங்கள் அவரையே பார்த்துட்டு இருக்கீங்க, அப்புறம் இவ்வளோ கிட்ட இருந்தால் அவரே தான் பார்த்துட்டு இருக்கேன், ரசிப்பேன். அதுக்கப்புறம் தான் நான் நடிப்பேன். உங்களை இவ்வளோ கிட்ட அந்த நவரசத்தையும் பார்க்க முடிஞ்சது உங்களுடைய திறமைக்கும் உங்களுடைய உழைப்புக்கும் நீங்கள் அடுத்தவங்க மேலே காட்டுற அன்புக்கும். எங்கேயோ இருப்பீங்க, நல்லா இருப்பீங்க, இறைவன் ஆசீர்வாதத்தில். வாழ்க வாழ்க. Sir, we have one question. Your character, the director in the movie, and the actor, what is the relationship? ஒரு அப்பா புள்ள மாதிரி தான். அந்த மூவில மூவிலே அதேதான், ரியல் லைஃப் தான். ரியல் லைஃப்ல அதேதான், புள்ள மாதிரி தான் பார்க்குறாங்க. அவங்களே அப்பா நமக்கு எல்லாருக்கும் தெரியும், அவங்களுக்கு ப்ராப்ளம் மம்முக்கா வெல்லும் இஷ்டப்பட்டில்லேலோ. He'll be okay. அவருக்கு என்ன ரொம்ப பிடிக்கும். No problem. What a beautiful way to say that the relationship is that of. இந்த அன்பும் இந்த பாசமும் கடைசி வரைக்கும் கடவுள்கிட்ட வேண்டிக்கிறேன். பாக்கியா ஒரு நல்ல படத்தோட வந்திருக்கீங்க. அப்படி இருக்கு படம், நல்லா இருப்பீங்க. வாழ்க வாழ்க. என் தம்பி ராணா, நல்லா இருப்பீங்க. உங்களுடைய ஆசை, அர்ப்பணிப்பு, இந்த படத்துக்காக நீங்கள் உழைக்கிற உழைப்பு ரொம்ப நல்லா வரும். வாழ்க. ரொம்ப சந்தோஷமா இருக்குது. ரொம்ப நாளைக்கு அப்புறம் கொச்சின் வந்தது, ஒரு 8-9 இயர்ஸ்க்கு அப்புறம் வந்திருக்கேன். நீங்கள் சொன்ன மாதிரி நீ இங்கேயே தான் இருப்பேன்னு நினைக்கிறேன். இருப்பேன். நல்ல படங்கள் தான் நம்மளை இயக்கும், படங்கள் தான் நம்மளை வாழ வைக்கும். சினிமா தவிர வேறு ஒன்றுமே தெரியாது. சினிமா இல்லை அப்படின்னா அப்படியே எங்கேயாவது போயிட வேண்டியதான். சினிமா காப்பாற்றும். சினிமா உண்மையாக நேசிக்கிறவங்கள சினிமா விடவே விடாது. காந்தா, நான் இருக்கும் வரை இந்த படத்தை வெல்லவே முடியாது. அப்படி ஒரு படைப்பு. தேங்க்யூ கைஸ். Sir, one more question I want to ask. Personal question. நீங்க director, less successful director, also a successful actor. இதுல tougher which one? எந்த ஜோலி is tougher? எல்லாமே டஃப் தான். எல்லாமே. சின்சியரா பண்ணணும். Sincerely பண்ணணும். The truth of life. If you do it well, you're going to work very, very hard. Thank you so much. Can we give Samudragani sir a loud round of applause? Nallara gaidi, come on. Thank you so much, sir. It was the sweetest, very sweet ആയിട്ടുള്ള കുറേ വാക്കുകളാണ് സമുദ്രകനി sir പറഞ്ഞത് about Dulquer, Rana and Bhagya. It shows what a rooted artist sir is. We're very, very happy to have you here with us, sir. Of course, Kanta and the Chitram, Selvamani.
I am game. I am game. I am game. മിക്കവാറും ഏപ്രിൽ. അടുത്ത തവണ I love you so much, DQ. ഞാൻ ട്രിവാൻഡ്രത്തിന് വരുന്നതാണ്. Obviously, thank you. Love you too. Anybody else wants to ask a question? Mic ഉണ്ടെങ്കിൽ mic അവിടെ ഉണ്ടെങ്കിൽ mic ഉണ്ടോ? ചോദിച്ചോളൂ മോനെ. മോന്റെ പേരെന്താ? അവിടെ വരെ mic എത്തി. Yes. Hi. హలో Hello. అన్నా బాహుబలి 3 ఎప్పుడు? బాహుబలి 3 ఎప్పుడన్నా? అది నన్ను కాదన్నా, రాజమౌళి గారు అడగాలన్నా. నెక్స్ట్ టైం ఆయన తీసుకొచ్చినప్పుడు అడుగుదాం. ఇప్పుడు నవంబర్ 14 కాంత వస్తుంది చూడండి. చూస్తాం. Any more questions? You have a mic ഉണ്ടോ മോളെ? മൈക്ക് ഞങ്ങൾ ഇവിടെ മുകളിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. മൈക്ക് എടുക്കുകയാണെങ്കിൽ മൈക്ക് ഉണ്ട് അപ്പുറത്തുണ്ട്. Anyone from here? When is I am game releasing? We want to know. I am game എപ്പോ വരും DQ? ജോം പോയി. ജോം escape. Hopefully April. സത്യം ശബ്ദം ഫുൾ പോയി. Fully it's gone. Anyway, കാന്ത എന്ന ചിത്രത്തിന് ദേ മൈക്ക്. Yes. சொல்லுங்க திருப்பூர்ல இருந்து வரோம். சரி சரி எப்படி சார் ஸ்கிரிப்ட் செலக்ஷன் எல்லாமே நல்லா இருக்கு உங்களுக்கு? எப்படி? ஸ்கிரிப்ட் செலக்ஷன் துல்கர் சார் Script selection. எஸ் சார். அது ஒர்க் ஆகும்போது நல்லா இருக்கும், ஒர்க் ஆகிறா நல்லா இருக்கு. ஓகே சார். நான் எப்ப வரிசையா கொஞ்சம் நல்ல சினிமா பண்ணும்போது என் ஸ்கிரிப்ட் செலெக்ஷன் ரொம்ப கிரேட். அதே ஒரே ஒரு படம் கொஞ்சம் ஃபிளாப் ஆனா கூட எனக்கு ஸ்கிரிப்ட் படிக்கவும் தெரியாது, நாங்களே வந்து படிச்சு கொடுக்குறோம் அப்படின்னு நான் கேட்டிருக்கேன். ஸோ இப்போ ஏதோ ஓகே போயிட்டு இருக்கு. ஹோப்ஃபுல்லி ஆனா மை எஃபர்ட் இஸ் தட் எப்பவுமே நல்ல படம் தான் பண்ணுவோம். ஓகே சார். தேங்க் யூ சார். தேங்க்யூ தேங்க்யூ. Okay, last question. എവിടെ? കുഞ്ഞിക്കനെ ആരെ വിളിച്ചേ? ഇവിടെ ഓക്കെ. I am game അല്ലാതെ മലയാളത്തിലെ സൗബിക്കായിട്ടുള്ള പടം അതെപ്പോ? ഞാൻ ഈ എല്ലായിടത്തും പോയി പടം ചെയ്യുന്നോണ്ട് കുറച്ച് സമയം എടുക്കും, പക്ഷെ വരും. ഉണ്ടാവും. ഓക്കെ ഓക്കെ താങ്ക് യു. ലോക 2 കൂടെ ആൾക്കാർ കുഞ്ഞിക്ക ലോക 2 ബാക്കി പറ. എപ്പോ ഇതാണ് ഞാൻ ഈ ഡൊമിനിക്കിനെ നിമിഷം ഇടയ്ക്കിടയ്ക്ക് എടാ എപ്പോ ഞാൻ തന്നെ ചോദിക്കാറുണ്ട്. കാരണം ബാഹുബലി 3 നിങ്ങളിപ്പോ കാത്ത കണ്ടിട്ട് ഞങ്ങൾ അടുത്ത ആ മൈക്ക് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂ. ആ മൈക്ക് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. മൈക്ക് എന്താ ഓ അങ്ങനെ അത് അവർ എഴുതി തീരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം. മൈക്ക് വാങ്ങിക്കുക. എല്ലാവരുടെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിക്കുക. ഇതൊരു തെറ്റായി പോയെന്ന് ഞാൻ എന്താ പറയുന്നു. Okay guys, we want to say a big thank you. Dulquer, do you feel like singing a song and saying I know there was a plan and all and your voice only is not there. What are we supposed to? Rana, do you want? No. Sir, do you want to do a kavita? 4 lines? No. Bhageshri, would you like to dance? No. If I don't, would you want to sing? No. Okay, then I have somebody who's going to. Oh, are you? You're a very talented singer. Can you sing 4 lines for us? Just for all. He only did it, man. What a. Bhageshri, namukku vendi oru paattu paadiya kalpanda. Wow, you really put me on spot. Okay. Thank you. I'm gonna try, guys. Tamil song, the one song that I've learned in the starting of Kanta itself. Kanmani anbodu kaadalan naan eludum kadithame പൊന്മണി ഉന്നീതിൽ സൗഖ്യമാനാനെങ്കിൽ സൗഖ്യമേ എന്റെ പാട്ട് എൻ കവിത കൊടുത്തിട്ട് എന്റെ പാട്ട് എൻ കവിത കൊടുത്തിട്ട് ഓഹോ കൺമണി അൻപോട് കാതലെന്ന എഴുതും കടിതമേ உன்னை நினைச்சு பார்க்கும்போது கவிதை அப்படியே